ദേവേട്ടൻ ഇത് എന്താ പറയുന്നത്? അവൾ ഞെട്ടിപ്പിടഞ്ഞ് അവനെ വിട്ടുകൊണ്ട് ചോദിച്ചു. നീ കേട്ടില്ലേ, നമ്മുടെ എൻഗേജ്മെൻ്റാണ് മറ്റന്നാൾ എന്ന്? അവൻ ഭാവഭേദമില്ലാതെ പറഞ്ഞു. അയ്യോ, അത് ഞാൻ കേട്ടു. അച്ഛൻ അറിയാതെ എങ്ങനെയാ? എനിക്ക് പേടിയാ ദേവേട്ടാ. നീ പേടിക്കാതെ, അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാ? ഇവിടെ, നിന്റെ വീട്ടിൽ. വാട്ട്? ദേവേട്ടൻ എന്താ ഈ തമാശ പറയാണോ? ഇവിടെ വെച്ചിട്ട് എങ്ങനെയാ? ഇവിടെ വെച്ചിട്ട് തന്നെ, എല്ലാവരും നിൽക്കുമ്പോൾ. എനിക്കൊന്നും മനസ്സിലാവണില്ല, അവൾ ദയനീയമായി പറഞ്ഞു. നീ ഇപ്പോൾ ഇത്രമാത്രം അറിഞ്ഞാൽ മതി. മറ്റന്നാൾ നിൻ്റെയും എൻ്റെയും എൻഗേജ്മെൻ്റാണ്. ധ്രുവിന് പകരം നിൻ്റെ വിരലിൽ ദേവ് അണിയും മോതിരം. നീ എൻ്റേതാണെന്ന് അടയാളം. നന്ദക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ദേവിലുള്ള വിശ്വാസം കൊണ്ട് അവൾ അവനെ ഇറുകെ പുണർന്നു. തിരിച്ച് അവനും, ഇതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് നന്ദ. എനിക്ക് നിന്റെ അച്ഛൻ്റെ ചിന്താഗതികൾ ഞാൻ മാറ്റും. നീ ആഗ്രഹിച്ച പോലെ ഉള്ള ഒരു അച്ഛനെ ഞാൻ നിനക്ക് തരും. നിന്റെ അച്ഛൻ തന്നെ നിറഞ്ഞ മനസ്സോടെ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ദേവ് നന്ദയോടെന്ന പോലെ മനസ്സിൽ പറഞ്ഞു. ദേവ് പെട്ടെന്ന് അവളെ പൊക്കിയെടുത്തു. നന്ദ ഞെട്ടി അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചുണ്ടിൽ തത്ത കളിക്കുന്ന കള്ളച്ചിരിക്കു വല്ലാത്ത വിശ്വാസം തോന്നി അവൾക്ക്. അവൻ്റെ മുഖത്തെ കള്ളത്തരങ്ങൾ എന്തോ പന്തികേടിൽ തോന്നി. അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് ഓടി നടന്നു. ദേവ് അവളെ ബെഡിലേക്ക് കിടത്തി. നന്ദ വേഗം എണീക്കാൻ നോക്കി. അപ്പോഴേക്കും ദേവ് അവൾക്ക് മുകളിൽ തൊട്ടില്ല എന്ന രീതിയിൽ കൈ കുത്തി നിന്നു. അവൻ അവളെ അമ്പരന്ന് നോക്കി. ദേവേട്ടാ, മാറി നിൽക്ക്. ഇത് ബാംഗ്ലൂരല്ല. അച്ഛൻ അറിഞ്ഞാൽ കൊല്ലും. ഇനി നീ അച്ഛൻ എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും. ദേവ് അതും പറഞ്ഞ് അവളുടെ പുറത്തേക്ക് കീച്ചുണ്ട് ഉന്തി സങ്കടത്തോടെ മൂക്ക് വലിച്ചു. ഔ, ഇങ്ങനെ നോക്കാതെടി. എനിക്ക് കയറി കിസ്സാനും പിന്നെ പറ്റുന്നില്ലട്ടോ. എൻ്റെ കൺട്രോളൊക്കെ ഇപ്പോൾ പോകും. പോടാ. നന്ദ അവൻ്റെ നെഞ്ചിൽ പിടിച്ചു ഉന്തി. ദേവ് തിരിഞ്ഞ് അവളുടെ അടുത്ത് കിടന്നു. ദേവേട്ടൻ പോകുന്നില്ലേ? അയ്യോ, വേഗം പോയേ. അച്ഛനെ പറയാൻ വന്നതും ദേവ് അവളെ കണ്ണുരുട്ടി നോക്കി. നന്ദ ഒന്ന് ഇളിച്ചു കൊടുത്തു. നന്ദ. അടുത്ത് കിടന്ന് തന്നെ നോക്കുന്നവനെ നോക്കി അവളൊന്ന് മൂളി. ഞാൻ ഇന്ന് ഇവിടെയാ കിടക്കുന്നത്, നിന്റെ കൂടെ. പറയുന്നതോടൊപ്പം അവൻ അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു. നന്ദ ചെറുപുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി. ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി. ജനൽ പാളിക്ക് ഇടയിലൂടെ വരുന്ന നിലാവിൻ്റെ വെളിച്ചം ഇരുവരുടെയും മുഖം ആ ഇരുട്ടിലേക്ക് വ്യക്തമാക്കി. രാവിലെ എണീറ്റതും നന്ദ ദേവിനെ ചുറ്റും നോക്കി. ദേവ് നേരത്തെ എണീറ്റ് പോയിരുന്നു. നന്ദ ഒന്ന് പുഞ്ചിരിച്ച് നിശ്വസിച്ച് ബാത്റൂമിലേക്ക് പോയി. തിരിച്ചു വരുമ്പോഴാണ് ഫോൺ നിർത്താതെ അടിക്കുന്നത് കേട്ടത്. സ്വാതിയാണ്. അവൾ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. എടി ദുഷ്ടത്തി, കാലമാടത്തി, കൊരങ്ങി, മരയോന്തേ. ഫോൺ എടുത്ത് കേട്ടു സ്വാതിയുടെ ഉഗ്രം ഭരണി പാട്ട്. എന്താടി നീ ഈ രാവിലെ തന്നെ തെറി വിളിക്കുന്നത്? നന്ദ മുഖം ചുളിച്ചു. വിളിക്കുന്നില്ല. അതിന് പകരം മോൾക്ക് ഞാൻ സ്നേഹചുംബനം തരാം. പപ്പ, അവൾ പറയുന്നത് കേട്ടില്ലേ? നീ ഇവിടെ നിന്ന് പോയിട്ട് എന്താടി എന്നെ വിളിക്കാഞ്ഞത്? അതിന് പറ്റിയ സാഹചര്യമല്ലായിരുന്നടി. ആയിക്കോട്ടെ, എന്നാ നിന്റെ എൻഗേജ്മെൻറ്റിന് ക്ഷണിക്കാൻ വിളിച്ചൂടെ? അതുമില്ല. നിനക്ക് ഫ്രണ്ടിനെ വേണ്ടെങ്കിലും എൻ്റെ വല്യേട്ടന് എന്നോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് ഞാൻ 1 മണിക്കൂറിനുള്ളിൽ അവിടെ ലാൻഡ് ചെയ്യും. സ്വീകരിക്കാൻ വന്നോളണം. ആണോ? നീ ഇപ്പോൾ എവിടെ എത്തി? നന്ദ സന്തോഷത്തോടെ ചോദിച്ചു. കൃത്യമായി അറിയില്ല. ഏകദേശം എത്താറായി എന്നറിയാം. ആണോ? വേഗം വാ. എനിക്കിവിടെ ആരും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ വെക്കുവാ. ഹേയ്, അളങ്കനന്ദയല്ലേ? ഹാളിൽ ഒരു സൈഡിൽ നിന്നും ദേവിനെ തിരയുമ്പോഴാണ് പുറകിൽ നിന്നും പരിചയമില്ലാത്ത പുരുഷന്റെ ശബ്ദം. നന്ദ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ആരാ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇത് നല്ല കാര്യാ. ഡോ, തന്നെ കെട്ടാൻ പോകുന്നത് ഞാനാ, ധ്രുവ്. ആരും എന്നെ കാണിച്ചു തന്നില്ലേ നിനക്ക്? ധ്രുവ് പറയുന്നത് കേട്ടതും നന്ദ ഞെട്ടി. ഇതുവരെ ഇങ്ങനെ ഒരാളെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല. ദേവ് ഉണ്ടായിരുന്നു അടുത്ത്. ഇന്ന് ധ്രുവിനെ കാണുമ്പോൾ തെറ്റായി എന്തെങ്കിലും നടക്കുമോ എന്ന് ഒരു പേടി. ഹേയ്, താൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? മാധവൻ അങ്കിൾ ഇല്ലേ? ഞാൻ നാളത്തെ നമ്മുടെ എൻഗേജ്മെൻറ്റിനെ കുറിച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാണ്.
എനിവേ നൈസ് ടു മീറ്റ് യു ദേവിൻ്റെ നന്ദ. അവസാനം ധ്രുവ് പറഞ്ഞത് കേട്ടതും നന്ദ ഞെട്ടി. പേടിച്ച് അവനെ നോക്കി. മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന ധ്രുവ്. ഒരു സൈഡിൽ ചുണ്ടിൽ കള്ളച്ചിരിയോടെ ധ്രുവിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ദേവിനെ കണ്ടതും എന്താണ് നടക്കുന്നതെന്നറിയാതെ അവൾ അങ്ങനെ നിന്നു. നീ എൻ്റെ പെണ്ണിനെ പേടിപ്പിച്ചില്ലടാ, ദേവ് ധ്രുവിനോട് പറഞ്ഞതും അവനൊന്ന് ചിരിച്ച് നന്ദയെ നോക്കി. സ്നേഹിക്കുന്നവർ തമ്മിലാണ് ചേരേണ്ടത് അളങ്ങനന്ദ. അവർ തമ്മിൽ ചേരൂ. നിങ്ങൾ രണ്ടും പെർഫെക്റ്റ് മാച്ചാണ്. ഞാൻ നിങ്ങൾക്കിടയിൽ ഒരിക്കലും തടസ്സമാകില്ല. ഡോണ്ട് വെറി. ഈ എൻഗേജ്മെൻറ്റ് മുന്നേ തീരുമാനിച്ചു പോയി. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാരേജ് നമ്മൾക്ക് എങ്ങനെയെങ്കിലും മുടക്കാം. എനിവേ ബൈ. ഞാൻ അങ്കിളിനെ കാണട്ടെ. ബൈ ദേവ്. കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞ് അവർക്ക് ഇരുവർക്കും ചിരിച്ചു കൊടുത്തു. ധ്രുവ് പോയി. നന്ദ ആകെ ഷോക്കായി അങ്ങനെ നിന്നു. പിന്നെ ദേവിനെ കൂർപ്പിച്ചു നോക്കി. ഇന്നലെ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ബായ്. എന്താടി ഇങ്ങനെ നോക്കുന്നത്? ധ്രുവിനോട് ബായ് പറഞ്ഞ് തിരിഞ്ഞതും കാണുന്നത് നന്ദയുടെ നോട്ടമാണ്. ചിരി വന്നെങ്കിലും പിടിച്ചു വെച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ നിന്നു. പോടാ, അവൾ അവൻ്റെ നെഞ്ചിലിടിച്ചു. ഔ പതിയടി. അവൻ അതും പറഞ്ഞ് അവളുടെ കൈ പിടിച്ചു വലിച്ച് അവനോട് ചേർത്ത് നിർത്തി അരയിലൂടെ ചുറ്റിപ്പിടിച്ചു. ഹാ ധ്രുവ് മോനെ, എപ്പോ വന്നു? ഹാളിലേക്ക് കടന്നു വന്ന് മാധവൻ ധ്രുവിനോട് പറയുന്നത് കേട്ടതും ഹാളിൽ ആരും കാണാതെ ഒരു സൈഡിൽ നിന്നിരുന്ന നന്ദ ഞെട്ടി. അയ്യോ അച്ഛൻ. അവൾ ദേവിനെ തട്ടി മാറ്റി ഓടി. ദേവി ചിരിയോടെ അത് നോക്കി നിന്നു. ഇവളിത് എന്താ വരാത്തെ? ഫോണിലേക്ക് നോക്കി വീടിൻ്റെ മുറ്റത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു നന്ദ. നന്ദ ഇങ്ങോട്ടൊന്ന് വന്നേ. ഗൗരി വിളിച്ചതും നന്ദ ഒന്ന് ഗേറ്റിലേക്ക് നോക്കി നിശ്വസിച്ചു. ദാ വരുണു. അവൾ ഓടി അകത്തേക്കു കയറി. നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്. വേഗം അങ്ങോട്ട് പോയി നോക്ക്. എന്തിനാ? പോയി നോക്ക്, അച്ഛൻ പറയും. അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ ഒന്ന് മൂളി. മാധവന് അടുത്തേക്ക് പോയി. ധ്രുവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ അഭിമുഖമായി. അച്ഛാ, അമ്മ പറഞ്ഞു വിളിച്ചു എന്ന്. വളരെ താഴ്മയോടെയുള്ള സ്വരമായിരുന്നു അവളുടേത്. ആ ധ്രുവ്, നീ നന്ദയെ കണ്ടില്ലല്ലോ. കണ്ടു അങ്കിൾ. ഞാൻ വന്നപ്പോൾ പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. ആ മോൻ കണ്ടിരുന്നോ? എന്നാ ശരി അങ്കിൾ. ധ്രുവ് പോകാനായി എഴുന്നേറ്റു. അളങ്ങ നന്ദ, കാണാട്ടോ. നന്ദ തലയാട്ടി. ധ്രുവ് പോയതും നന്ദ വേഗം സ്ഥലം കാലിയാക്കി. ധ്രുവ് ഫോണിൽ നോക്കി വാതിൽ പടി കടക്കാൻ നിന്നതും എതിരെ വന്ന ആളുമായി കൂട്ടിയിടിച്ചു. ധ്രുവ് സ്ട്രോങ് ആയതുകൊണ്ട് വീണില്ലെങ്കിലും എതിരെ വന്ന ആൾ വീഴാൻ പോയി. ധ്രുവ് വേഗം അവളെ അരയിലൂടെ ചേർത്ത് പിടിച്ചു. പേടിച്ച് കണ്ണിറക്കി പിടിച്ച് കിടക്കുന്ന സ്വാതിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ജീനും ക്രോപ്പ് ടോപ്പുമാണ് അവളുടെ വേഷം. ചുണ്ടിൽ ന്യൂഡ് കളർ ലിപ്സ്റ്റിക്കും മുടി പോണിടെയിൽ ആയി കെട്ടിയിട്ടുമുണ്ട്. കൺമഷിയിടാത്ത മിഴികൾ തുറന്നതും അവൾ കാണുന്നത് തന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരനെയാണ്. അവളുടെ കണ്ണുകളിലും വിടർന്നു. ഇരുവരുടെയും ഹൃദയത്തോളം ഒരുപോലെ പിടിച്ചു. കണ്ണുകൾ പരസ്പരം എന്തൊക്കെയോ മൊഴിഞ്ഞു. എന്തോ ഇവിടെ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ. പെട്ടെന്ന് പാർത്തിയുടെ ശബ്ദം കേട്ടതും ഇരുവരും ഞെട്ടി പിടഞ്ഞു മാറി നിന്നു. പാർത്തിയേട്ടാ. സ്വാതി ഓടിപ്പോയി അവനെ ഹഗ് ചെയ്തു. പാർത്തി അവളെയും. നീ ഇപ്പോൾ വന്നേ ഉള്ളോ? ആ, ജസ്റ്റ് ലാൻഡ്. ദേവ് പറഞ്ഞിരുന്ന് നീ വരുന്നത്. നീ ഒരാളെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ധ്രുവ്. അവൻ പോകാനായി നിന്ന ധ്രുവിനെ വിളിച്ചു. ധ്രുവ്, ഇത് സ്വാതി, നന്ദയുടെ ഫ്രണ്ടാണ്. ദേവിൻ്റെ സിസ്റ്ററും. ഈ കുരിപ്പിൻ്റെ കൂടെ പഠിക്കാൻ പോയിട്ടാ നന്ദയെ ഇവളുടെ ഏട്ടൻ വളച്ചത്. സ്വാതി ധ്രുവിനെ ഒന്ന് വിളിച്ചു കൊടുത്ത് പാർത്തിക്കിട്ട് ഒരു കുത്തു കൊടുത്തു. ധ്രുവ് ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. സ്വാതി, ഇതാരാണെന്ന് മനസ്സിലായോ? സ്വാതി ഇല്ലെന്ന് തലയാട്ടി. ധ്രുവ് ആണ് നിന്റെ ഫ്രണ്ടുമായി വിവാഹം ഉറപ്പിച്ച വരൻ. അത് കേട്ടതും ഇത്രയും നേരം അവൻ്റെ നോട്ടം ഇഷ്ടപ്പെട്ടിരുന്ന അവൾക്ക് ദേഷ്യം വന്നു. അവൾ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി അകത്തേക്ക് കയറിപ്പോയി. ഇയാൾക്കിത് എന്തു പറ്റി? സ്വാതി പോകുന്നത് നോക്കി പാർത്തി ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു. ധ്രുവിന് അത് സങ്കടമുണ്ടാക്കി. അവനൊന്നും പറയാതെ അവിടെ നിന്ന് പോയി. പാർത്തി ഒന്നും മനസ്സിലാവാതെ രണ്ടു വഴിയെയും നോക്കി. പിന്നെ ഒന്നും പറഞ്ഞ് കൈ മലർത്തി അവൻ്റെ പാട്ടിന് പോയി. സ്വാതി,
നന്ദ ഹാളിൽ നിൽക്കുന്ന സ്വാതിയെ കണ്ടതും ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എപ്പോഴാടി വന്നേ? ഇപ്പോൾ വന്നേ ഉള്ളൂ. നീ എവിടെയായിരുന്നു? അമ്മ വിളിച്ചപ്പോൾ അപ്പോൾ പോയതാ. എന്താടി നിന്റെ മുഖത്തിനൊരു കനം? പിന്നെ ഇല്ലാതെ. അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആര്? ആ ധ്രുവ്. അവൻ കാരണമാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഏയ് അല്ലടി, ധ്രുവ് ഉള്ളത് കൊണ്ടാ നാളെ എൻ്റെയും നിന്റെ ഏട്ടൻ്റെയും പ്രണയം ഒന്നിക്കാൻ പോകുന്നത്. നിന്റെ ഏട്ടൻ എല്ലാം അവനോട് പറഞ്ഞപ്പോൾ അവനെങ്ങാനും അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. ധ്രുവ് നല്ലവനാ. നീ അവനോട് മോശമായൊന്നും പെരുമാറരുത് കേട്ടല്ലോ? സ്വാതി നന്ദയുടെ വാക്കുകൾ കേട്ടതും ഒരുപാട് സന്തോഷം തോന്നി. അവളും മനസ്സിൽ സന്തോഷിച്ച് നന്ദയുടെ കൂടെ അടുക്കളയിലേക്ക് അവളുടെ അമ്മയെ കാണാൻ കൊണ്ടുപോയി. രാത്രിക്ക് പ്രകാശം നൽകിക്കൊണ്ട് അവിടെയാകെ പ്രകാശം പരന്നു. പല വർണ്ണങ്ങൾ. മുറ്റത്ത് കെട്ടിപ്പടുത്ത മനോഹരമായ സ്റ്റേജിന് താഴെ ഉള്ള റൗണ്ട് ടേബിളിന് ചുറ്റും ആളുകൾ നിരന്നിരുന്നു.